എന്നാൽ ഇവിടെ ഹരി തന്നെയും കൂട്ടുകാരെയും കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ദേവൂട്ടിയോട് എന്തുപറ്റി അവിടെ തന്നെ നിന്നുപോയത്? ഞങ്ങളെ കണ്ടിട്ടാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ദേവൂട്ടി ഹരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം ഹരി വീണ്ടും തുടർന്നു, ഞങ്ങൾ ദേവൂട്ടിയെ കാണാൻ വന്നതാണ്. ഈ നിൽക്കുന്ന 3 പേരും എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ബെന്നിയെയും സന്തോഷിനെയും ജയകൃഷ്ണനെയും ദേവൂട്ടിക്ക് പരിചയപ്പെടുത്തുന്നു. കൂട്ടത്തിൽ ജയകൃഷ്ണന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സ്വന്തം ജീവൻ പോലും മറന്ന് താൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ ആളാണ് ഇത്. അത് കേട്ട ദേവൂട്ടി ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിലൊന്നിടഞ്ഞു. തുടർന്ന് പെട്ടെന്ന് തന്നെ ദേവൂട്ടി തൻ്റെ നോട്ടം പിൻവലിച്ചു നിശബ്ദയായി നിന്നു. ഈ സമയം ഹരി വീണ്ടും തുടർന്നു, ഞങ്ങൾ കാരണമാണല്ലോ ദേവൂട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നതും എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമവും അതിലുപരി കുറ്റബോധവുമുണ്ട്. അതുകൊണ്ട് ദേവൂട്ടിയെ കണ്ട് സോറി പറയാൻ വന്നതാണ് ഞങ്ങൾ. അപ്പോഴും അത് കേട്ടു നിൽക്കുന്ന ദേവൂട്ടി ഹരിയുടെ മുഖത്തേക്ക് നോക്കി നിശബ്ദയായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. തുടർന്ന് അവൾ പതിയെ നടന്നു വന്ന് കട്ടിലിലേക്കിരുന്നു. ഈ സമയം ബെന്നിയും സന്തോഷും അശ്വതിയോടും അപർണയോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവർ ദേവൂട്ടിയുടെ മുറിവിൻ്റെ തയ്യലിൻ്റെ എത്ര ഉണ്ടെന്നും എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമെന്നും എന്നു തുടങ്ങി ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുമുണ്ട്. ദേവൂട്ടിയോടുള്ള അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത് അശ്വതിയായിരുന്നു. ഇടയ്ക്ക് ദേവൂട്ടി ഊമയാണെന്ന കാര്യം ഹരിയുടെ കൂട്ടുകാർക്ക് അറിയില്ല എന്ന് കരുതി അവരോട് ദേവൂട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അശ്വതി പറയുന്നു. അശ്വതി അങ്ങനെ ഒരു കാര്യം തന്നെക്കുറിച്ച് ആ ചെറുപ്പക്കാരോട് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ദേവൂട്ടിയുടെ മുഖത്തെ വല്ലാത്ത ഒരു തരം നൊമ്പരം നിറഞ്ഞു നിന്നിരുന്നു. അത് ജയകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇവിടെ എല്ലാവരും തമ്മിലുള്ള ആ ചർച്ചയിൽ ജയകൃഷ്ണൻ മാത്രം ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നതെല്ലാം കേട്ട് നിശബ്ദനായി മാറി നിൽക്കുകയാണ് അവൻ. അങ്ങനെ ഒടുവിൽ പരസ്പരം പരിചയപ്പെട്ടും പെടുത്തിയും കാര്യങ്ങൾ പറഞ്ഞ് നല്ല സൗഹൃദത്തിലായിത്തീർന്നു എല്ലാവരും തമ്മിൽ. അതേ തുടർന്ന് ഹരിയും കൂട്ടുകാരും അവരോട് 3 പേരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ആശുപത്രിയിൽ നിന്നും ഇറങ്ങി അവർ നേരെ ഹരിയുടെ വീട്ടിലേക്കാണ് വന്നത്. വീട്ടിലെത്തിയ അവർ ഹരിയുടെ അച്ഛനോടും അമ്മയോടും ആശുപത്രിയിലെ വിശേഷങ്ങൾ പറയുന്നു. തുടർന്ന് എല്ലാവരുമായി ഒന്നിച്ച് രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നു. ഈ സമയം എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തത് ഹരിയുടെ അമ്മയും അനുജത്തി ഉമയും കൂടെയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തതിന് ശേഷം അല്പം അകലെ മാറി നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നോക്കി നിൽക്കുകയാണ് ഉമ. അങ്ങനെ അവരെ നോക്കി നിൽക്കുന്ന ഉമയുടെ കണ്ണുകൾ തറച്ചു നിന്നത് ജയകൃഷ്ണനിലായിരുന്നു. ജയകൃഷ്ണന് അവിടെയെത്തി ആദ്യ കാഴ്ചയിൽ തന്നെ ഉമയുടെ മനസ്സിൽ ജയകൃഷ്ണനോട് വല്ലാത്തൊരിഷ്ടം തോന്നിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജയകൃഷ്ണനെ ആരും കാണാതെ കണ്ണിമ പോലും വെട്ടാൻ മറന്ന് നോക്കി നിൽക്കുകയാണവൾ. എന്നാൽ ഇവിടെ ജയകൃഷ്ണനാകട്ടെ ആദ്യം വിളമ്പിയ ഭക്ഷണം പോലും മുഴുവൻ കഴിക്കാതെ തനിക്ക് മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് വിളമ്പി വെച്ച ഭക്ഷണം ബാക്കി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഈ സമയം ഊണ് മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകാൻ പോകുന്ന ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് അവന് കൈ തുടയ്ക്കാനുള്ള ടവലുമായി എത്തി ഉമ. എന്നാൽ ഇവിടെ ഉമയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം അറിയാത്ത ജയകൃഷ്ണൻ അവന് നേർക്ക് നീട്ടിയ ടവൽ കൈ തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു. ഈ സമയം ജയകൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ഉമയെ സംബന്ധിച്ച് പറഞ്ഞാൽ ജയകൃഷ്ണൻ അടുത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും അവളിൽ വല്ലാത്ത ഒരു തരം ആനന്ദമായിരുന്നു. എന്നാൽ ഇക്കാര്യം എല്ലാം അവൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയുമായിരുന്നുമില്ല. കൈ കഴുകി കഴിഞ്ഞതോടെ ജയകൃഷ്ണൻ ഹരിയുടെ മുറിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞതും മറ്റു 3 പേരും വന്നു. ഹരിയുടെ മുറിയിൽ 2 കട്ടിലുകളിലായിട്ടാണ് അവർ 4 ആളും ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങാൻ കിടക്കവേ ഹരി ജയകൃഷ്ണനോട് എന്താണ് താൻ ദേവൂട്ടിയോട് മിണ്ടാഞ്ഞതെന്ന് ചോദിക്കുന്നു. എന്നാൽ ജയകൃഷ്ണനാകട്ടെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം കണ്ണുകളടച്ച് നിശബ്ദനായി കിടക്കുക മാത്രമാണ് ചെയ്തത്. ഈ സമയം മറുവശത്ത് ആശുപത്രിയിൽ ഹരിയും കൂട്ടുകാരും അവിടെ നിന്നും പോയതിന് തൊട്ടു പിന്നാലെ തന്നെ വീട്ടിൽ പോയ ദേവൂട്ടിയുടെ അപ്പാവും അമ്മാവും തിരിച്ചെത്തി. വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ അയ്യരോടും സുവലക്ഷ്മി അമ്മാളിനോടും അശ്വതിയും അപർണയും കൂടി ഹരിയും ഒപ്പം ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ആളും മറ്റ് 2 കൂട്ടുകാരും കൂടി ദേവൂട്ടിയെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. കൂട്ടത്തിൽ അവരുടെ ദേവേച്ചി രക്ഷപ്പെടുത്തിയ ആ ആൾ ഹരിനാരായണൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞു. ഈ സമയം അവർ ഇരുവരും പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന അയ്യരും സുവലക്ഷ്മി അമ്മാളും
കണ്ണുകളടച്ച് കട്ടിലിൽ കിടക്കുന്ന ദേവൂട്ടിയുടെ നേർക്കൊന്നു നോക്കിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസം ഇടുന്നു. അവരുടെ ആ ദീർഘനിശ്വാസത്തിനു പിന്നിൽ മനസ്സിലെ ചില നൊമ്പരങ്ങൾ കൂടി നിറഞ്ഞു നിന്നിരുന്നു. അതിൽ ആദ്യത്തെ വിഷമം എന്നത് ഈ ആശുപത്രിയിൽ നിന്നും ദേവൂട്ടിയെ ഇറക്കിക്കൊണ്ടു പോകാനുള്ള പണം അതെവിടെ നിന്നും കണ്ടെത്തും എന്നുള്ളതായിരുന്നു. ശേഷം ചികിത്സയ്ക്കും പണം വേണ്ടിവരും. മുന്നോട്ടുള്ള ചികിത്സയ്ക്കും പണം വേണ്ടിവരും. അതും കണ്ടെത്തണം. അങ്ങനെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് അവർ ഇരുവരും അവിടെ ഇരിക്കുന്നത്. ഒടുവിൽ എല്ലാം ഭഗവാൻ നടത്തിത്തരുമെന്ന് സ്വയം സമാധാനപ്പെടുകയും ചെയ്തു അവർ. അങ്ങനെ സമാധാനം കണ്ടെത്തിയ അയ്യരും ഭാര്യയും ദേവൂട്ടിക്ക് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ശേഷം കഞ്ഞി വിളമ്പിക്കൊടുത്തു. 1-2 സ്പൂൺ കഞ്ഞി കുടിച്ചതിന് ശേഷം അവൾ തനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് കഞ്ഞികുടി മതിയാക്കി എഴുന്നേറ്റു. തുടർന്ന് കട്ടിലിൽ ചെന്ന് കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു. ഈ സമയം അവളുടെ കൺമുന്നിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ ഒരു മിനി സ്ക്രീനിൽ എന്ന പോലെ മിന്നിമറഞ്ഞു പോകുന്നു. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു ചുറ്റുപാടും നോക്കി. അപ്പോൾ കണ്ടു തൻ്റെ അപ്പാവും അമ്മാവും അനുജത്തിമാരും തൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. അതോടെ അവളുടെ മനസ്സിലെ ആ ഭയം തെല്ലൊന്നു കുറഞ്ഞു. തുടർന്ന് അവൾ വീണ്ടും കണ്ണുകളടച്ചു കിടന്നു. അപ്പോൾ ആ കൺമുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിസ്സംഗതനായി താൻ രക്ഷപ്പെടുത്തിയ ആ ആളുടെ മുഖം ആയിരുന്നു. അവൾ ആ മുഖത്തേക്കു തന്നെ നോക്കി അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്ന അവൾ ഒടുവിൽ ഉറങ്ങിപ്പോകുന്നു.